തൃപ്പൂർ പൂരം എന്താ? ഒന്നുമില്ല. ഇന്ന് നേരത്തെ വരില്ലേ? കൊലപാതകം, ആത്മഹത്യ, വാഹനാപകടം ഇവയൊന്നും ഉണ്ടായില്ലെങ്കിൽ നേരത്തെ എത്തും. പിന്നെ എവിടെയെങ്കിലും വിരുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനില്ല. ജയേട്ടന് മാത്രല്ല, എനിക്കും മടുത്തു. സമാധാനായി. മേഡ് ഫോർ ഈച്ച് അതർ അല്ലേ? അമ്മ ഞാൻ ഇറങ്ങുന്നു. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ നീ? ഓ, അത് സ്റ്റേഷനിൽ ചെന്നല്ലേ പറയാൻ പറ്റൂ. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഒരുങ്ങി നിന്നോളൂ. നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നു. ഓക്കെ? അങ്ങനെ നിന്റെ ടെൻഷൻ നീ ഭംഗിയായിട്ട് ഇറക്കി വെച്ചു. എന്റെ ടെൻഷൻ ഞാൻ ആരുടെ തലയിൽ കെട്ടിവെക്കുന്ന ആലോചിച്ചിട്ട് പിടിയില്ല. എല്ലാം അതിന്റെ സമയമാകുമ്പോ നടക്കൂടാ. ഇത് തന്നെ മുടക്കാൻ നീ നമ്മുടെ തങ്കും കൂടെ എന്തുമാത്രം ശ്രമിച്ചതാ. നടക്കാനുള്ളത് നടന്നേ തീരൂ. എന്റെ കാര്യം അങ്ങനെ നടക്കാൻ ജയശങ്കർ ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും നീ നിന്റെ പെങ്ങൾക്ക് സ്വർണം വാരി കോരി കൊടുത്തില്ലേ? എന്നെ കൊണ്ട് അതിനെല്ലാം പറ്റുമോ? ബ്രെഡും കോഴിമുട്ടയും തേങ്ങയും ശ്രീധനായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അവൾ ആരെങ്കിലും കെട്ടുവോ? അവൾക്കാണെങ്കിൽ ഒരാളായിട്ട് പ്രാമുമില്ല. ആ കേസിൽ ഞങ്ങളുടെ വസ്തുവകൾ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാമായിരുന്നു. പറഞ്ഞ പോലെ എന്നാ അതിന്റെ വിധി? ഒരു പിടിയില്ല. വക്കീല് മാസം കാശ് വിഴുങ്ങുന്നുണ്ട്. എപ്പോ ചോദിച്ചാലും എല്ലാം ശരിയാവുമെന്ന് മാത്രം പറയും. കേസ് ജയിച്ചാല് നമുക്ക് നമ്മുടെ തൊഴിൽ എന്നേക്കുമായി നിർത്താവിടാ. ബെസ്റ്റ്. അമ്മ ചത്താലും ചത്തില്ലെങ്കിലും അടിയന്തരം 16-ാം തീയതി പറഞ്ഞ പോലെയായി. നല്ലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ മതി നിർത്തലൊക്കെ. അതുവരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങാനും കല്ല് വെളിച്ചത്തായ തകരുന്ന എന്റെ പെങ്ങളുടെ ജീവിതമായിരിക്കും. എന്താ വക്കീൽ സാർ ഈ വഴിക്കൊക്കെ? എന്റെ കേസ് വല്ലതും പെൻഡിങ്ങിലുണ്ടോ? കേസ് ഉണ്ടെങ്കിലേ വക്കീലിന് കക്ഷികളെ കാണാവുന്നുണ്ടോ? ഇതാതാ ഈ താക്കോലം? എന്റെ സുഹൃത്താ ദിവാകരൻ. എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് കാറ്റുകൊള്ളുക. അത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. അപ്പൊ നമുക്ക് പറ്റിയ കേസൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. ഇല്ല, അതിപ്പോ അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോ വന്നേക്കാം. അത് പിന്നെ മരുന്ന് കച്ചവടമാണല്ലോ. അപ്പൊ വ്യാജനും ഒറിജിനലും ഒക്കെ ഉണ്ടാവുമല്ലോ. അതാ ഉദ്ദേശിച്ചത്. അത്തരം ചീള് കേസ് ആർക്ക് വേണം? കള്ളന്മാരുടെ കേസേ ഞാൻ വാദിക്കാറുള്ളൂ. അതിന്റെ സുഖം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യും. പറയണ്ട. പറയും, ഞാൻ പറയും. മോഷ്ടിക്കുന്നതിനേക്കാൾ സുഖമാ മോഷ്ടിക്കുന്നതിന് വേണ്ടി വാദിക്കുന്നത്. സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച് ഈ രംഗത്തിറക്കുക എന്നത് ജാമ്യൻ ലൂക്കോസിന്റെ കടമയാണ്. പക്ഷെ ഇവനെ പോലെ അത്തപ്പാടി അപകടത്തിന് പോകാതെ വല്ല കാറോ ട്രെയിനോ കപ്പലോ അടിച്ചു മാറ്റാൻ പഠിക്കണം. അങ്ങനെയുള്ളവരെ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷിക്കുമെന്ന് മാത്രമല്ല, മോഷണ സാധനത്തിന് ഡോളറിന്റെ വില തരും ഞാൻ. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ പോട്ടെ. വരട്ടെ. നിങ്ങൾ കൂടി കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ? കള്ളന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു സഹകരണ സംഘം ആരംഭിക്കാൻ പോകും. അതിൽ എനിക്കെന്താ കാര്യം? ഇപ്പോഴില്ലെങ്കിലും ചാണ്ടി പറഞ്ഞ പോലെ കാര്യം ഉണ്ടാവും. കാരണം നിങ്ങളുടെ മുഖത്ത് നല്ലൊരു കള്ള ലക്ഷണമുണ്ട്. ആ സംഘത്തിന്റെ നിയമാവലി ഒരു നക്കൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിയമാവലി ഉണ്ടാക്കുമ്പോഴേക്കും നക്കാൻ തുടങ്ങിയോ? ആ നക്കലല്ല, ഇത് കരട് രേഖ. അതെ, ഇതിന്റെ ഒരു കോപ്പി ചാണ്ടി ഏൽപ്പിച്ചാൽ മതി. ഞാൻ സൗകര്യം പോലെ വായിച്ചു നോക്കിക്കോളാം. വരട്ടെ സർ. പിന്നെ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയ കൊള്ളാം. അത് കലക്കി. പഴയ പാത്രങ്ങൾ. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. പഴയ പാത്രങ്ങൾ പേപ്പർ കുപ്പി തകരേ. പഴയ പാത്രങ്ങൾ പേപ്പർ കുപ്പി തകരേ. പഴയ പാത്രങ്ങൾ ഇവിടെ കൊടുക്കാണ്ട് അവിടെ വെച്ചാൽ സൗകര്യം പോലെ വന്ന് എടുത്തോളാം. ഇത് അവരല്ലേ? രാവിലെ തന്നെ തുടങ്ങിയോ നിരീക്ഷണം? പഴയ പാത്രങ്ങൾ കുപ്പി തകരേ. തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവർ ഇങ്ങനെ വ്യാപകരില്ലാതെ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഭയങ്കര ആത്മാർത്ഥ. പഴയ പേപ്പർ കുപ്പി തകരേ. പഴയതാക്കണേ, പുതിയ തന്നെ ആക്കാലോ. പുല്ലന്റെ ആലെ തന്നെ വേണോ തങ്കിയ പുല്ലി കച്ചവടം? അയ്യോ, ഇത് ആരൊക്കെയാ? ചാണ്ടിക്കുഞ്ഞോ? ചാണ്ടിക്കുഞ്ഞിന്റെ വീട് ഇവിടെ ആയിരുന്നോ? അയ്യോ, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അവന്റെ ഒരു നോട്ടം കണ്ടോ? ആ നോട്ടം സൂക്ഷിക്കണം. അവൻ ഫെവിക്കോളിനും പശ അടിക്കുന്നവനാ. പേടിക്കണ്ട ചാണ്ടിക്കുഞ്ഞെ. കൂടെ നിന്ന് കാരി വരുന്ന രാഷ്ട്രീയക്കാരെ പോലല്ല ഞങ്ങള്. ചാണ്ടിക്കുഞ്ഞിന്റെ വീട്ടിൽ കിടന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ അവന്റെ ഒരു തമാശ പറഞ്ഞല്ലേ ചാണ്ടി. ഓ, എന്റെ കുഞ്ഞ് വെയിലത്ത് നടന്നു കിടന്നങ്ങ് ക്ഷീണിച്ചു പോയി. അതെന്നെ ക്ഷീണിച്ചു കൊച്ചു ചക്കക്കുരു പോലെ അല്പം ഡീഡിച്ച് കളിക്ക് 3 നേരം കൊടുത്താൽ മതി. പിന്നെ ഈ സാധനത്തിന്റെ ശല്യം ഉണ്ടാവില്ല. ഏതായാലും ഇന്ന് റൂട്ട് ഇത് വഴിക്കാക്കിയ നന്നായി. ഒരു വഴിക്ക് 1.5 ഓഹരി. വിശദമായിട്ട് പറയാം. തങ്കി ആദ്യമായിട്ടെന്റെ വീട്ടിൽ വന്നല്ലേ. അമ്മച്ചേ 2 പാൽ ചായ ഇട് എന്ന് പറയുന്നത് വിചാരിച്ചു കഴിഞ്ഞാ ഇവിടെ പാല് വാങ്ങിക്കുന്ന കീഴ്വഴക്കില്ല. അതുകൊണ്ട് അമ്മച്ചേ 2 കട്ടകാപ്പി ഇട് എന്ന് പറയാന്ന് വെച്ചാ അമ്മച്ചി ഇവിടെ ഇല്ല, മണ്ണി നോക്കാൻ പോയിക്കാ. എടി ലിസിയെ, നിനക്ക് ഇത്തിരി കട്ടകാപ്പി ഇട്ടുടി എന്ന് പറയാന്ന് വിചാരിച്ചാൽ ലിസി ഇവിടെ ഇല്ല, ലിസി ടൈപ്പ് റൈറ്റിന് പോയേക്കാ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി 2 ചായ ഇടാന്ന് വെച്ചാൽ ചായപ്പൊടി ഇവിടെ ഇല്ല. മോൻ കട്ടകാപ്പി പിടിക്കോ? സാറോ? അതല്ലേ.
അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്തെ കടയിൽ പോയി 2 ചായ കുടിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കാം. ദരിദ്രവാസി. ആ. എന്താടോ ഹണിമൂൺ ട്രിപ്പൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു സർ. പെണ്ണ് കെട്ടി ഇങ്ങനെ കറങ്ങി നടന്നാ മതിയോ? എന്തായി തന്നെ ഏൽപ്പിച്ച കേസിന്റെ അന്വേഷണം? അന്വേഷിക്കുന്നുണ്ട് സാർ. ഇതുവരെ പ്രതിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല സാർ. പിന്നെ എന്ത് അന്വേഷണമാണോ? പ്രതിപക്ഷ നേതാവിന്റെ ബ്രേക്ക് കേസാ പട്ടാപ്പകൽ മോഷണം പോയത്. വിലപ്പെട്ട രേഖകൾ അതിലുണ്ടായിരുന്നത്. പ്രതിപക്ഷത്താണെങ്കിലും അയാൾക്കുള്ള സ്വാധീനം തനിക്കറിയാമോ? മന്ത്രിസഭ എങ്ങാനും തിരിഞ്ഞു വന്നാൽ എന്റെയും തന്റെയും കാര്യം ഒക്കെ പോക്കാം. ഒരാഴ്ചക്കുള്ള അന്വേഷണത്തിന് റിപ്പോർട്ട് എന്റെ മേശപ്പുറത്ത് കിട്ടണം. യെസ് സാർ. മാഷെന്താ ഇവിടെ? ജയനത് മറന്നു. കല്യാണം കഴിഞ്ഞതിന്റെ തിരക്കിലല്ലേ. അതിനിടയിൽ ഈ കിളവന്റെ കാര്യം മറന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് മാഷൻ ഞാൻ സാരല്ല, എന്റെ മോളുടെ കല്യാണം മുടങ്ങി. സ്ത്രീധനത്തിന് പല വഴികളും നോക്കി, ഒന്നും നടന്നില്ല. നഷ്ടപ്പെട്ടത് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ മനസ്സും വരുന്നില്ല. അതുകൊണ്ട് മുകളിൽ കൂടി ഒരു പരാതി കൊടുത്തു നോക്കാമെന്ന് കരുതി. വരട്ടെ. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഒരു പ്രധാന വിവരം അറിയാൻ. ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിച്ചുകൊണ്ടുള്ള മോഷണത്തിന് ഭാവിയിൽ വലിയ സ്കോപ്പ് ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. ഇവനെ ആ വഴിക്ക് തിരിച്ചു വിട്ടാലോ എന്ന് ആലോചിക്കുക. താൻ ഞങ്ങളുടെ കുടുംബ വക്കീലാണല്ലോ, എന്താണ് തന്റെ അഭിപ്രായം? ഇന്റർനെറ്റിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ്. പക്ഷെ ഇവനെ കുറിച്ച് യാതൊരു അഭിപ്രായവും. ഒന്നാമത് ചാപ്പാട്, രണ്ടാമത് കുരുട്ട് ബുദ്ധി. അടങ്ങുമോനെ അടങ്ങ്, പാവം അങ്ങനെ ജീവിച്ചു പോക്കോട്ടെ. വക്കീലെ ലുട്ടൂനെ അതൊക്കെ പഠിപ്പിച്ചെടുത്താലോ? മിസ്സിസ് തങ്കു, അതിനൊക്കെ നല്ല ബുദ്ധി വേണം, കുരുട്ട് ബുദ്ധി അല്ല. അക്കാര്യത്തിൽ വക്കീല് സംശയിക്കണ്ട. ഇത്തിക്കര അമ്മാവിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരുത്തൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. ആ ബുദ്ധിയല്ല, ജനറൽ നോളജാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോന് ഭയങ്കര ജനറൽ കോളേജാ. സംശയം ഉണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കും വക്കീലെ. എന്നാ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് മറുപടി പറയാമെങ്കിൽ ഇന്റർനെറ്റിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാം. വാസ്കോഡി ഗാമ കോഴിക്കോട്ട് വന്ന് കാലുകുത്താൻ കാരണമെന്ത്? എന്ത് ചോദ്യമാ വക്കീലേ ഇത്? ഒരാൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോ കൈയും കുത്തി ഇറങ്ങ്, അത് മോശമല്ലേ? അതുകൊണ്ടല്ലേ കാല് കുത്തിയത്. താൻ വേറെ വല്ല ചോദ്യം ചോദിച്ചു ചുമ്മാ. ആ ശരി, എന്നാ പിടിച്ചോ. കാട്ടിലെ 10 മൃഗങ്ങളുടെ പേര് പറ. ഒറ്റ പരിപ്പുള്ള ഫലം ആശ്വാസമായി. ഒന്നിൽ കൂടുതൽ പരിപ്പുള്ള ഫലം മരിച്ചു കിടക്കുന്ന ആളിന്റെ മൂക്കിൽ പഞ്ഞു വെക്കുന്നതിന് വീണ്ടും ശ്വാസം വലിച്ചു കയറ്റാതിരിക്കാൻ. പിന്നെ ജീവിച്ചു വന്നാൽ എന്താ ഒരു ചെലവ്? ഓർഡർ ഓർഡർ. ചോദ്യം നിങ്ങളോടല്ല, യുട്ടാപ്പിയോടാണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് കുപ്പിപ്പാലാണോ മുലപ്പാലാണോ നല്ലത്? അതിലെന്താ എത്ര സംശയം? മുലപ്പാല്. ഉത്തരം ശരിയാ, പക്ഷേ കാരണം എന്താ? മുലപ്പാലാകുമ്പോ പൂച്ചകെട്ട് കുടിക്കത്തുമില്ല, താഴെ വീണ് പൊട്ടത്തുമില്ല. നീ ധൈര്യമായിട്ടിരി ജോസേ, കർത്താവ് നമ്മുടെ കൂടെയാ. ആ ജയശങ്കരനെ ഞാൻ നന്നായിട്ടൊന്ന് വിരട്ടിയാ വിട്ടത്, പ്രതിപക്ഷ നേതാവിന്റെ പെട്ടിയുടെ പേരിൽ. അങ്കിൾ എന്ത് മണ്ടത്തരോ കാണിച്ചത്? ആ പെട്ടി കളവ് പോയതിന്റെ സന്തോഷത്തിൽ ഞാൻ കുറെ കുപ്പികൾ പൊട്ടിച്ചതാ. ഇനി അങ്കിൾ വിളിച്ച് വരട്ടേന്റെ പേരിൽ അവനെങ്ങാണോ ആ പെട്ടി കണ്ടുപിടിച്ചാൽ എന്റെ അങ്കിളിന്റെ കാര്യമൊക്കെ പോക്കാ. നമ്മൾ ഒന്നിച്ച് നടത്തിയിട്ടുള്ള സകല ഏർപ്പാടുകളെയും സംബന്ധിച്ചിട്ടുള്ള രേഖകൾ അതിനകത്തുണ്ടെന്നാ എനിക്ക് രഹസ്യമായി കിട്ടിയ റിപ്പോർട്ട്. പെരുന്നേലെ ആ പെൺവാണിപ്പ കേസ്, റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഭൂമി ഏർപ്പാട്, മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റ്, കോഴിക്കോട്ടെ ബിനാമി ബിസിനസ് ഒക്കെ അതിനകത്തുണ്ട്. ഉള്ളതാണോ നീ പറയുന്നത്? ഓ, നമ്മുടെ മാത്രമല്ലെങ്കിൽ മുൻ മന്ത്രി കോയാക്കുട്ടിയുടെയും പഴയ ചില MLA-മാരുടെയും രഹസ്യ രേഖകൾ എങ്ങനെയോ ആ പ്രതിപക്ഷ കാലമാടം കണ്ടെത്തി ഡോക്യുമെന്റ്സ് ആക്കിയിരിക്കുക. നിയമസഭയിൽ വെച്ചില്ലെങ്കിൽ പോട്ടെ, ഏതെങ്കിലും പത്രത്തിൽ കൊടുത്താ പോരെ? നാറാൻ വേറെ വല്ലതും വേണോ? നീ പേടിക്കണടാ. പെട്ടി ഇനി അഥവാ അവരുടെ കൈ കിട്ടിയാൽ തന്നെ അത് തുറക്കാതിരിക്കാനുള്ള വഴി എനിക്ക് വിട്. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഭരണകക്ഷിയിൽ ഒരു MLA ആയിരുന്നിട്ടും നിനക്കൊരു SIയെ പോലും സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്നു പോയത് തന്നെ മതിയായി. പേരിന് മാത്രം 2 MLA-മാരുള്ള എന്റെ പാർട്ടിക്ക് അബ്കാരികളെയും കരിഞ്ചന്തക്കാരെയും വിരട്ടിയുള്ള കാര്യസാധ്യമേ ഇപ്പൊ നടക്കൂ. അതിനുള്ള വിശ്വസ്തമായ ചട്ടുവാ വാസു. അവന്റെ തന്നെ റിമാൻഡ് വീണ്ടും കോടതി 2 ആഴ്ചത്തേക്ക് നീട്ടിയിരിക്കുക. അല്ലെങ്കിലേ വാസുവിനെ ഉടനെ എങ്ങാനും പുറത്തിറക്കാൻ പറ്റുമോ? ജാമ്യത്തിൽ ഇറക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കർത്താവ് നമ്മുടെ ഭാഗത്താണെന്ന്. ഇന്ന് ഭാഗ്യത്തിന് വേറൊരു കേസ് കൂടി വീണ് കിട്ടി. ജയശങ്കർ അന്വേഷണ ചുമതല ഏറ്റെടുത്തൊരു ആഭരണ കേസ്. അതിനും ഒരു തുമ്പായിട്ടില്ല. അതിന്റെ പേരിലും ഞാൻ അവനെ ഒന്നുകൂടി വിളിച്ചു വരട്ടും. അതോടെ അവൻ എന്റെ വരുതിയിൽ വന്നിരിക്കും. മാഷല്ലേ?
അകത്തുണ്ട്. സാരിരിക്കൂ, വിളിക്കാം. ജയായിരിക്കൂ. മാഷെന്നെ തെറ്റിദ്ധരിക്കുന്നത് പറയാനാവും പുറപ്പാട്. ജയനോട് എനിക്കൊരലോഹ്യമില്ല. എന്റെ ഭാഗ്യദോഷമല്ല എന്ന് പറയാനാ. കമ്മീഷണർ അടുത്ത് പെറ്റീഷൻ കൊടുത്തത് ജയനെ അവിശ്വസിച്ചിട്ടൊന്നുമല്ല. എത്രയൊക്കെ വന്നാലും ഒരു സബ് ഇൻസ്പെക്ടർക്ക് പരിമിതികളില്ലേ, അതുകൊണ്ടാ. മാഷ് പറഞ്ഞ ശരിയാ, ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ മാഷിന്റെ എന്റെ സൂര്യൻ കെടുത്തിയ ആ കളനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. അതെന്റെ വാശിയാ. സ്വർണം തിരിച്ചു കിട്ടിയില്ലേലും വേണ്ടില്ല. ആഭരണം ചോദിച്ചോണ്ട് വരുന്നവന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ ഞാൻ ഇനി ഒരുക്കമല്ല. സാർ, ഒരപേക്ഷയുണ്ട്. ആരായാലും അവനെ കണ്ടുപിടിക്കണം. എന്നെ വിശ്വസിക്കാം. എന്ത് ത്യാഗം സഹിച്ചും ഞാൻ വാക്ക് പാലിക്കും. കല്യാണം മുടങ്ങിയതിലല്ല, നാട്ടുകാരുടെ മുമ്പിൽ അച്ഛൻ നാണം കെട്ടയില്ല എനിക്ക് വിഷമം. കള്ളനെ കിട്ടിയ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഇവിടം വരെ ഒന്ന് കൊണ്ടുവരണം. എന്നിട്ട് വേണം എനിക്ക് ആ ദ്രോഹിയുടെ മുഖത്ത് നോക്കി 2 വർത്തമാനം പറയാൻ. ദിവാര, ിയോന്നേ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ദിവാകരനോട് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ്റെയും ദിനേശന്റെയും മുമ്പ് വെച്ച് പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. 2 കേസുകളുടെ കുരുക്കിലാണ് ഞാൻ. അത് തെളിയിക്കാൻ കഴിയാത്തതിൽ മേലുദ്യോഗസ്ഥന്മാരുടെ എക്സ്പ്ലനേഷൻസിന് മറുപടി കൊടുക്കാൻ പാടില്ല. തന്നെയുമല്ല, ആ കമ്മീഷണർക്ക് എന്നോട് എന്തോ പ്രത്യേക വൈരാഗ്യമുള്ളത്. ദിവാരം പത്രത്തിൽ വായിച്ചു കാണും. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതിപക്ഷ നേതാവിന്റെ ബ്രീഫ് കേസ് മോഷണം പോയ കേസ്. മറ്റൊന്ന് പ്രൈവറ്റ് ബസ്സിൽ വെച്ച് ഒരു റിട്ടയർഡ് അധ്യാപകന്റെ ബാഗ് അറത്ത് 65 പവന്റെ ആഭരണ മോഷണം പോയ കേസ്. വായിച്ചു. അത് റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അതെ, എന്താ ദിവാര? അല്ല, ഈ റിട്ടയർഡ് അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോ ഇടത്തരക്കാരനായിരിക്കുമല്ലോ. ഇത്ര അധികം സ്വർണം മോഷണം പോയാൽ അത് അയാളെ കൊണ്ട് താങ്ങാൻ പറ്റൂ? ഒരിക്കലുമില്ല. ഈ മാഷ് ഖദർ ധരിക്കുന്ന സ്വഭാവക്കാരനാണ്. അതെ, എന്താ? അല്ല, ഖദർധാരികളായ രാഷ്ട്രീയക്കാരെ തെരഞ്ഞു പിടിച്ച് പോക്കറ്റ് അടിക്കുന്ന ഒരു വിരുദ്ധൻ കാസർഗോട്ടുണ്ടെന്ന് ഇന്നാളെ ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നേ. ഖദർ ധരിക്കുന്നവരെല്ലാം രാഷ്ട്രീയക്കാരാകണമെന്നുണ്ടോ? ആകണമെന്നില്ല. ഇതാണെന്ന് തെറ്റിദ്ധരിച്ച് ബാഗേറി മോഷ്ടിച്ചാവാൻ വഴിയുണ്ടല്ലോ. കാരണം ആ 2 കൃത്യങ്ങളും ഒരാൾ തന്നെ ചെയ്തതാവും എന്നൊരു സംശയം എനിക്കും ഇല്ലാതില്ല. അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരന്റെ പെട്ടി പോലെ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ മാഷിന്റെ മകളെ കെട്ടിച്ചയക്കാൻ പറ്റുന്ന സ്വർണം പോലെ എനിക്ക് വിഷമമുണ്ട്. മാഷ് ഒരു പാവ. 10ാം ക്ലാസ്സിൽ എന്റെ മലയാള അധ്യാപകനായിരുന്നു. കള്ളനെ പിടികൂടുമെന്നും മാഷിന്റെ മോളുടെ വിവാഹത്തിന് മുമ്പ് സ്വർണം തിരിച്ചു കൊടുക്കാമെന്നും ഞാൻ വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് പാലിക്കാൻ കഴിയാത്തുള്ള കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നെ അല്ല, ഇത്തരം സംഭവങ്ങള് മനസാക്ഷിയുള്ളവരെ എന്നും അലട്ടിക്കൊണ്ടിരിക്കില്ലേ? ദിവാകരൻ വിചാരിച്ചാൽ ഈ വിഷമത്തിൽ നിന്നും ഒരു പരിധി വരെ എന്നെ രക്ഷിക്കാൻ പറ്റും. അളിയൻ ഉദ്ദേശിക്കുന്നത്? മാഷിന്റെ മോൾ സുനിത കാണാൻ നല്ല കുട്ടിയാ. ദിവാകരൻ അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ. അല്ല, മാഷോടോ മോളോടോ ഞാൻ ഈ വിവരം പറഞ്ഞിട്ടില്ല.
ദിവാകരന്റെ അഭിപ്രായം അറിഞ്ഞിട്ടാകാമല്ലോ എന്ന് കരുതി. പിന്നെ ദിവാകരന് തയ്യാറായാൽ എന്നോട് മാത്രമല്ല ആ കുടുംബത്തോട് ഇന്ന് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. ഞാൻ മുഖേന കണ്ടെത്തുന്ന വരൻ മാന്യനും സൽസ്വഭാവിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ ആളിനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ മാഷോട് സംസാരിക്കട്ടെ? അല്ല, അത് വേണ്ട, പെട്ടെന്നൊരു അഭിപ്രായം പറയണ്ട, ആലോചിച്ചിട്ട് മതി. ആലോചിച്ചാൽ മാത്രം പോരാ, ആലോചിക്കണം. എന്താ ആലോചിക്കാൻ? അളിയും കൊണ്ടുവന്ന ആലോചനയല്ലേ, കണ്ണടച്ചങ്ങ് സമ്മതിക്കണം. നിനക്കത് പറയാം. തിളച്ച എണ്ണ വീണ പരിപ്പുവടയുടെ അവസ്ഥ എന്റേത്. അതിൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില തുടങ്ങി നീറുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രധാന പ്രശ്നം നീ വിട്ടുപോയി. എന്ത്? പരിപ്പ്. അതാണല്ലോ കൂടുതൽ കിടന്ന് പൊള്ളുന്നത്. ആ പരിപ്പ് ഞാനാണെന്ന് കൂട്ടിക്കോ. ചേട്ടാ, എന്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല. എടാ, എന്താ നിന്റെ വിഷമം? അറിയപ്പെടുന്ന ഒരു കള്ളനായി തീരാത്താണോ? എന്നാ എന്നോട് പറ, ഇന്ന് തന്നെ പോലീസിന്റെ കള്ള ലിസ്റ്റിൽ പെടുത്തിയാ. വേണ്ട, സഹായിക്കണ്ട. എടാ, പിന്നെന്താ മാഷം മോളെ കെട്ട നിനക്ക് ഇത്ര മടി? കാണാൻ കൊള്ളാം, തറവാടിയാണെന്നൊക്കെ നിന്റെ അളിയൻ തന്നെയല്ലേ പറഞ്ഞേ. പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടില്ല, അതാ ഞാൻ നോക്കിയിട്ട് പോരായ്മയുള്ളൂ. പക്ഷെ സ്ത്രീധനം മേടിച്ച് കെട്ടുന്നതോട് നിനക്ക് പണ്ട് എതിർപ്പായിരുന്നല്ലോ. ഇനിയിപ്പോ മോഷണൊക്കെ നിർത്തി ഭാര്യയുടെ സ്ത്രീധനം കൊണ്ട് രക്ഷപ്പെടാന്ന് വല്ല പരിപാടിയാണ് നിനക്ക്. അനാവശ്യം പറയരുത്. ഞാൻ അന്ന് എന്തായിരുന്നോ അത് തന്നെയാ ഇന്നും. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഒരു തരി സ്വർണ്ണോ 1 രൂപയുടെ സ്വത്തോ പാടില്ലെന്ന വാശി എനിക്ക് ഇന്നും ഉണ്ട്. പിന്നെ പെങ്ങളുടെ കാര്യത്തിൽ ആ ആദർശം തെറ്റിച്ച് എന്താണെന്ന് നീ ചോദിച്ചേക്കാം. അവളുടെയും അനിയന്റെയും അച്ഛന്റെയും കാര്യത്തിൽ ഞാൻ അല്പ സ്വാർത്ഥന. എന്റെ ആദർശത്തിന്റെ പേരിൽ അവര് വിഷമിക്കാൻ പാടില്ല. എടാ, എനിക്ക് നിന്റെ നിലപാട് മനസ്സിലാവാത്ത ഒരുമാതിരി കയ്യാലപ്പുറത്തെ തേങ്ങമാരി. എടാ, മാഷം മോൾക്കൊരു ജീവിതം കൊടുത്താൽ നിനക്ക് എന്താ പ്രശ്നം? ഇനി കൂടുതൽ ആലോചിച്ച് സമയം കളയാണ്ട് നിന്റെ അളിയും കൊണ്ടുവന്ന ആലോചനയുടെ കാര്യത്തിൽ താലി കെട്ടാൻ നോക്ക്. ജയൻ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ അവള് സമ്മതിക്കുമെന്നാ? സമ്മതിപ്പിക്കണം. എന്റെ അളിയനായോണ്ട് പറയല്ല, ദിവാകരൻ നല്ലവനാ. അങ്ങൻ്റെ ആളെ എൻ്റെ മൂക്കുവേണ്ടി ജയൻ കണ്ടുപിടിക്കുമെന്നറിയാം. ആ സംഭവത്തിന് ശേഷം സുനിത വല്ലാത്തൊരു വാശിയില്ല. അതാ എനിക്ക് പേടി. കളവ് കണ്ടുപിടിക്കാൻ കഴിയാത്തുള്ള പ്രായച്ചിത്തമായിട്ടല്ല ഞാനിങ്ങനെ ആലോചനയ്ക്ക് മുതിർന്നത്. മാഷിന്റെ മകളുടെ മനപ്രയാസം എനിക്ക് അത്രയ്ക്കറിയാം. ജയന്റെ നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എന്തായാലും അവര് തമ്മിലൊന്ന് കാണട്ടെ. മധുരം പോരാന്നുണ്ടോ? ഏയ്, കറക്റ്റാ. അല്ല, മുഖഭാവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഒരു കുഴപ്പമില്ല. ചായ നന്നായിട്ടുണ്ട്. അയ്യോ, അത് ചായയല്ല, കാപ്പിയാണ്. താലികെട്ടിന് വരന്റെ കൈ വിറയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പെണ്ണുകാളിന് ഇത്രയും ടെൻഷൻ കാണുന്ന ആദ്യമായിട്ടാ. അത് പിന്നെ നിങ്ങൾ പോലീസുകാരുടെ ധൈര്യം ഞങ്ങൾ സാധാരണക്കാർക്കുണ്ടാവോ? ഇവര് പെണ്ണ് കാണാൻ വരുന്നതും പ്രതിയെ പിടിക്കാൻ വരുന്നതും ഒരേ മാനസികാവസ്ഥയില്ല. പെണ്ണിന്റെ എഴുത്തിൽ താലി കെട്ടുമ്പോഴും പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഒരേ നിർവികാരതയായിരിക്കും. അല്ല, അളിയ നല്ല ഫോമിലായല്ലോ. ഏതായാലും ഈ മൂഡിൽ തന്നെ ഇവിടെ നമ്മൾ സംസാരിക്കട്ടെ, അല്ലേ മാഷേ? ശരിയാ, ആവാലോ. പിന്നെ കോളേജിൽ ഒരു കുട്ടി നേതാവൊക്കെ ആയിരുന്നുകൊണ്ട് മോൾ എന്തും തുറന്നടിച്ച് പറയുന്ന പ്രകൃത. ദിവാകരൻ തെറ്റിദ്ധരിക്കരുത്. വീണ്ടും പേടിയായോ? ഏയ്, എന്തിന്? എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഏയ്, ആര് പറഞ്ഞു? എനിക്കൊന്നും ചോദിക്കാനില്ല. എന്നാ ഞാൻ പോട്ടെ. നിക്കൂ. സുനിതയ്ക്ക് എന്നെ ഇഷ്ടമായോ? എന്നെ ഇഷ്ടായോ? എന്റെ ചോദ്യത്തിനുള്ള മറുപടി ആയില്ല. അല്ല, ഈ ചോദ്യം വെറും ഔപചാരികമല്ലേ? ഒരു 5 നിമിഷം നേരം കൊണ്ട് അങ്ങനെ ഇഷ്ടമാകാൻ കഴിയുമോ? പിന്നെ ഇപ്പൊ നമുക്ക് പരസ്പരം വിലയിരുത്താൻ കഴിയുന്നത് നമ്മുടെ ബാഹ്യരൂപങ്ങൾ മാത്രമല്ലേ? കോളേജിൽ വലിയ നേതാവായിരുന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോ ഇത്ര തീവ്രവാദിയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ ഒരാളെ ഇഷ്ടമാവാൻ ഒരുപാട് വർഷത്തെ പരിചയമൊന്നും വേണമെന്നില്ല. തുറന്നു പറയട്ടെ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സുനിതയെ എനിക്കിഷ്ടമായി. എനിക്കിപ്പോഴാ ടെൻഷൻ മാറിയത്. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ? അളിയൻ നിർബന്ധിച്ചതുകൊണ്ടാണോ അതോ സഹതാപം തോന്നിയിട്ടാണോ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്? രണ്ടുമല്ല, പ്രായശ്ചിത്ത. പ്രായശ്ചിത്തവോ? അതെ, ഞാൻ കാരണമാണല്ലോ സുനിതയുടെ വിവാഹം മുടങ്ങിയത്. ഞാനെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഉൾപ്പെടുന്ന ആൺവർഗത്തിനെയാ. അല്പോ സാഹിത്യ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. സുനിതയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചത് ആൺവർഗത്തിൽപ്പെട്ട ഒരുത്തനല്ലേ? അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരുത്തനാണ് സ്ത്രീധനത്തിന്റെ പേരിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. ഇത്തരം സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്നും എന്നെ പോലുള്ളവർ കൊഴിഞ്ഞു മാറാൻ കഴിയും. ഇനിയുള്ള കാര്യങ്ങൾ കാരണവന്മാർ തീരുമാനിക്കട്ടെ.